ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് അല്ലെങ്കിൽ ജീവൻ പിന്നിട്ട പാതകൾ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൽ നമുക്കിത് ഫുൾ റിവൈസ് ചെയ്യാം. അപ്പം എൻ്റെ മക്കളെല്ലാവരും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളുടെ തിയറി ഓഫ് പാൻസ്പെർമിയ, അതുപോലെ തന്നെ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ അല്ലേ, പാൻസ്പെർമിയ പരികല്പന, അതുപോലെ തന്നെ നമ്മുടെ രാസസിദ്ധാന്തം. അപ്പം ഈ ഒരു കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തത്തിനെ കുറിച്ച് പറയുമ്പം എന്താണ് പാൻസ്പെർമിയ? അപ്പോൾ പാൻസ്പെർമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആൾക്കാർ വിചാരിച്ചത് നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉണ്ടായത്, വേറെ ഏതോ ഒരു ഗ്രഹത്തിലാണ് ഉണ്ടായത്, അതെങ്ങനെയോ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇവിടെ എത്തി, ആക്സിഡൻ്റലായിട്ട് ഇവിടെ എത്തിയതാണ്, അങ്ങനെ ഇവിടെ ലൈഫ് ഉണ്ടായി എന്നാണ് പാൻസ്പെർമിയ പറയുന്നത്. അപ്പോൾ അതിന് എവിഡൻസ് ആയിട്ട് പറയുന്നത് ഇവിടെ മീറ്റിയോസ് അല്ലെങ്കിൽ ഉൽക്കകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജൈവ വസ്തുക്കൾ, ഓർഗാനിക് സബ്സ്റ്റൻസസിൻ്റെ പ്രസൻസ് ആണ്. അതാണ് പാൻസ്പെർമിയ. ദെൻ നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം പറയുന്നത് ഒപ്പാരനും ഹാൽഡീനും, ഈ 2 സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞത് എത്രയാണ്, നമ്മുടെ പണ്ടത്തെ ഭൂമിയിൽ അല്ലെങ്കിൽ ആദിമ ഭൂമിയിലെ പ്രിമിറ്റീവ് എർത്തിൽ എന്താണ്, ഓക്സിജൻ ഉണ്ടായിരുന്നില്ല, നോ ഫ്രീ ഓക്സിജൻ, സ്വതന്ത്ര ഓക്സിജൻ ഇല്ല. പകരം എന്താ ഉണ്ടായേ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ, മീഥെയ്ൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ സൾഫൈഡ് പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഈ കെമിക്കൽസും അന്നത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര തണ്ടറും ലൈറ്റ്നിങ്ങും വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനവും, പിന്നെ ഓസോൺ ഉണ്ടായിരുന്നില്ല, അൾട്രാവയലറ്റ്, ഓസോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എനർജിയിൽ ഈ കെമിക്കൽസ് ഒക്കെ റിയാക്ട് ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി, കുറേ കാലം ഇങ്ങനെ നമ്മളുടെ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ മൂടി കിടന്ന് വർഷങ്ങളോളം മഴ പെയ്തു. അങ്ങനെ മഴ പെയ്തിട്ട് ഓഷ്യൻ ഉണ്ടായി. ഓഷ്യനിൽ വെച്ചിട്ട് ഈ കെമിക്കൽ മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു. എങ്ങനെ റിയാക്ട് ചെയ്തിട്ട് സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് അല്ലെങ്കിൽ ലഘുജൈവ കണികകളായിട്ടുള്ള അമിനോ ആസിഡ്, നൈട്രജൻ ബേസസ്, നമ്മുടെ സിമ്പിൾ മോണോസാക്കറൈഡ്സ്, അതുപോലെ തന്നെ ഫാറ്റി ആസിഡ് പോലത്തെ സാധനങ്ങളുണ്ടായി. ഇതെല്ലാം കൂടി പിന്നെ കമ്പൈൻ ചെയ്തിട്ട് മോണോസാക്കറൈഡ് പോളിസാക്കറൈഡായി, അമിനോ ആസിഡ് പ്രോട്ടീനായി, നൈട്രജൻ ബേസസ് ന്യൂക്ലിയോടൈഡായി, ഫാറ്റി ആസിഡ് ചേർന്ന് ലിപ്പിഡായി. ഇവരെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ലിപ്പിഡ് ലെയർ, ഓക്കെ, ഒരു ലിപ്പിഡ് ലെയറും ന്യൂക്ലിക് ആസിഡും ഉണ്ടായി. ന്യൂക്ലിക് ആസിഡും കൊഴുപ്പിൻ്റെ ആവരണമുള്ള ഒരു ആദിമ കോശം രൂപപ്പെട്ടു എന്ന് പറയുന്നതാണ് നമ്മുടെ രാസപരിണാമ സിദ്ധാന്തം. അപ്പോൾ ഇതിന് ആദ്യം പറഞ്ഞ സമയത്ത് വെറുതെ പറഞ്ഞാൽ മാത്രം നമുക്ക് ആക്സെപ്റ്റൻസ് കിട്ടില്ല അല്ലേ. അപ്പോഴാണ് നമ്മുടെ യുറേ മില്ലർ ഒരു പരീക്ഷണം കൊണ്ടുവരുന്നത്. ഈ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് യുറേ മില്ലറിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അവരിവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ആ ഒരു എനർജിക്ക് പകരം വോൾക്കാനിക് ഇറപ്ഷൻസും തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനർജിക്ക് പകരം ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കൊടുത്തു. ഒരു ഗ്ലാസ് ഫ്ലാസ്ക് എടുത്തു, അതിനകത്ത് മീഥെയ്ൻ, അമോണിയ, അതുപോലെ തന്നെ വാട്ടർ വേപ്പർ എടുത്തു. വാട്ടർ വേപ്പറിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്തു, വെള്ളം അങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വാട്ടർ വേപ്പർ ഇതിലൂടെ എത്തി. അങ്ങനെ ഈ ഒരു എനർജിയിൽ നമ്മളുടെ ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസ്, ആകെ ഇത്രയും ഗ്യാസ് മോളിക്യൂൾസ് എടുത്തുള്ളൂ, അവർ റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്ത് വരുന്ന സാധനത്തിന് ഒരു കണ്ടൻസറിലൂടെ പാസ് ചെയ്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ എന്ത് കിട്ടി, നമുക്ക് അമിനോ ആസിഡ്സ് കിട്ടി. അപ്പോൾ അമിനോ ആസിഡ്സ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒപ്പാരനും ഹാൽഡീനും പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ തിയറി ശരിയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊരു പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ആദിമ കോശം ഉണ്ടായി. അതിൽ നിന്ന് പ്രോ കാരിയോട്ട് ഉണ്ടായി. പ്രോ കാരിയോട്ടിൽ നിന്ന് പിന്നീട് എന്തുണ്ടായി, യു കാരിയോട്ട്, ദെൻ കോളനീസ് ഓഫ് യു കാരിയോട്ട്, യു കാരിയോട്ടുകളുടെ കോളനി, അതിൽ നിന്ന് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അല്ലെങ്കിൽ ബഹുകോശ ജീവി. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഓർത്തിരിക്കുക. ഇത് ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ഭൂമിയിൽ എങ്ങനെയാണ് ലൈഫ് ഉണ്ടായതെന്നൊക്കെ മനസ്സിലായി. അപ്പോഴാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫ് ഉണ്ടായത് ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഇത്രയും ഡൈവേഴ്സിറ്റി, ഇത്രയും വൈവിധ്യം എങ്ങനെയാണ് ഉണ്ടായത്? അത് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ ആളാണ് ലാമാർക്ക്. ലാമാർക്ക് പറഞ്ഞു പലതരത്തിലുള്ള ജീവികൾ ഉണ്ടാവാൻ കാരണം അവരവരുടെ ലൈഫ് ടൈമിൽ അക്വയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്, സ്വയമായിട്ട് അവർ ആർജിച്ചെടുക്കുന്ന ക്യാരക്ടേഴ്സാണ്. അത്തരം ക്യാരക്ടേഴ്സിന് ലാമാർക്ക് പറഞ്ഞത് നമ്മുടെ അക്വയർഡ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്വയാർജിത സ്വഭാവങ്ങൾ എന്നാണ്. ലാമാർക്ക് പറഞ്ഞു ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറും. അങ്ങനെയാണ് പലതരത്തിലുള്ള ജീവികൾ ഉണ്ടായത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാമാർക്ക് പറഞ്ഞത് നമ്മളുടെ ജിറാഫിനെയാണ്. അപ്പോൾ പണ്ടുള്ള കാലത്ത് പുല്ലുകളായിരുന്നു. അപ്പോൾ ജിറാഫുകളെല്ലാം പുല്ല് കഴിച്ചു. പിന്നെ അവർ നന്നായിട്ട് പുല്ലൊക്കെ കഴിച്ചു. അവർ കുറേ എണ്ണം കൂടി, അവരുടെ കുട്ടികളുടെ എണ്ണം കൂടി, പക്ഷേ ഭക്ഷണം കിട്ടാതെയായി. അപ്പോൾ പുല്ലുകൾ തീർന്നു, ഇത്ര ഹൈറ്റിലുള്ള ചെടികളാണ്. അപ്പോൾ ജിറാഫ് കുട്ടികളെല്ലാവരും കൂടി തല നീട്ടി നമ്മുടെ കഴുത്ത് എന്ത് ചെയ്തു, നീണ്ടു. അങ്ങനെ അവരെല്ലാവരും ആ ഒരു ഹൈറ്റിലുള്ളത് കഴിച്ചു. അപ്പോൾ അവർക്കുണ്ടായ കുട്ടികളുടെ കഴുത്തും നീണ്ടു. പിന്നെ ആ ഒരു ഹൈറ്റിലുള്ളതും തീർന്നു, നല്ല പൊക്കത്തിലുള്ള ചെടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ഈ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടാതായപ്പോൾ ജിറാഫുകളെല്ലാം കൂടി വീണ്ടും കഴുത്ത് നീട്ടി വീണ്ടും കഴുത്ത് നീണ്ടു. അങ്ങനെയാണ് ഇത്ര നീളമുള്ള കഴുത്തുള്ള ജിറാഫ് ഉണ്ടായത്. അവരുടെ കുട്ടികൾക്കൊക്കെ നീളമുള്ള കഴുത്ത് കിട്ടി എന്നാണ് നമ്മുടെ ലാമാർക്ക് പറഞ്ഞത്. പക്ഷേ എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ടും എല്ലാവരും ചിന്തിച്ചപ്പോൾ ഇത് പോസിബിൾ അല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ലാമാർക്കിൻ്റെ തിയറി
നമ്മളപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്തു. പിന്നെയാണ് നമ്മളുടെ എവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നമ്മളുടെ എവല്യൂഷൻ പറയുമ്പോൾ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത നമ്മളുടെ ചാൾസ് റോബർട്ട് ഡാർവിൻ വരുന്നത്. അപ്പോൾ ഡാർവിൻ ഗലപ്പഗോസ് ഐലൻഡിലേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ചിട്ട് അദ്ദേഹം കുറേ തരത്തിലുള്ള ജീവികളെ, പല തരത്തിലുള്ള ജീവികളെ കണ്ടു. ലാൻഡ് ഇഗ്വാനസിനെ കണ്ടു, വലിയ ആമകളെ കണ്ടു, അതുപോലെ തന്നെ പല തരത്തിലുള്ള ജീവികളെ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡാർവിനെ അട്രാക്റ്റ് ചെയ്തത് ഫിഞ്ചസ് ആയിരുന്നു. അപ്പം എന്താണ് ഫിഞ്ചസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞപ്പോൾ ഡാർവിൻ നോക്കിയപ്പോൾ എന്താണ്, ഒരു പലതരത്തിലുള്ള ഈ ഫിഞ്ചസിനൊക്കെ പലതരത്തിലുള്ള ബീക്ക്, അവരുടെ ബീക്ക് ചില ആൾക്കാരുടേത് ഇങ്ങനെ ഷാർപ്പാണെങ്കിൽ ചില ആൾക്കാരുടേത് ഇങ്ങനെ വീർത്തിട്ടാണ്, ചില ആൾക്കാരുടേത് ഒരു മീഡിയമാണ്. അപ്പോൾ പലതരത്തിലുള്ള ബീക്ക് സൈസ് ഡാർവിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. അപ്പോൾ ഡാർവിൻ വിചാരിച്ചു എന്താണ് ഇതിന് കാരണം, ഇത്രയും ഡൈവേഴ്സിറ്റി വരാൻ കാരണം എന്ത്? അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക റോബർട്ട് മാൽത്തൂസിൻ്റെ ഒരു തിയറി കൂടി ഇതിൽ നമ്മളെ ഡാർവിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. റോബർട്ട് മാൽത്തൂസ് പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ പോപ്പുലേഷനൊക്കെ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ പോപ്പുലേഷൻ കൂടുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ച് ഫുഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഡാർവിന് ബൾബ് കത്തി. അപ്പോൾ ഡാർവിൻ പറഞ്ഞു അതാണ് കാരണം. അതായത് ഓവർ പ്രൊഡക്ഷൻ നടന്നു. കുറേ നമ്മളുടെ ഭൂമിയിൽ താങ്ങാനാവുന്നതിലും കൂടുതൽ, അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റിന് താങ്ങാനാവുന്നതിലും കൂടുതൽ എന്ത് നടന്നു, കുട്ടികളുടെ എണ്ണം കൂടി, ഓവർ പ്രൊഡക്ഷൻ നടന്ന സമയത്ത്. പക്ഷെ അതിനനുസരിച്ച് അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് ഉണ്ടാവാത്ത സമയത്ത് അവിടെ എന്താണ്, ഒരു സ്ട്രഗിൾ വന്നു, നിലനിൽപ്പിനായിട്ടുള്ളൊരു സമരം വന്നു. സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന പോലെ കൊടികുത്തുന്ന സമരമല്ല, ഒരു ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു സമരം. അത് വന്നപ്പം കുറച്ച് പേരിൽ ഓൾറെഡി ചില വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വേരിയേഷൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്തു, സർവൈവ് ചെയ്തു. വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ, അവർക്ക് ആ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാണ്, ഭക്ഷണം ഇല്ലല്ലോ, അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ നശിച്ചുപോയി. നല്ല വേരിയേഷൻസ് ഓൾറെഡി ജീനുകളുള്ള ആൾക്കാർ എന്ത് ചെയ്തു, അവർ അഡാപ്റ്റ് ചെയ്തു. അതായത് ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബീക്ക് മോഡിഫൈ ചെയ്തു. അപ്പോൾ അതിന് കാരണം എന്താ, നമ്മുടെ ലാമാർക്ക് പറഞ്ഞതുപോലെ അവർ കഴുത്ത് ഇങ്ങനെ നീട്ടിയതുപോലെ ഇവർ കൊക്കുകൾ എനിക്ക് ഇങ്ങനെ ബീക്ക് ഇങ്ങനെ ആവണമെന്ന് കരുതിയപ്പോൾ മാറ്റം സംഭവിച്ചതല്ല. ഓൾറെഡി അവരുടെ ബോഡിയിൽ അത്തരത്തിലുള്ള ജീൻസ് ഉണ്ട്, വേരീഡ് ജീൻസ് ഉണ്ട്. അപ്പോൾ ആ ജീൻസ് ഉള്ള ആൾക്കാർ, അതായത് ഫേവറബിൾ വേരിയേഷൻസ്, അനുകൂല വ്യതിയാനങ്ങൾ ഉള്ളവ എന്ത് ചെയ്തു, നേച്ചർ അവരെ സെലക്ട് ചെയ്തു, അവർ സർവൈവ് ചെയ്തു. ഇപ്പോൾ അവിടെ സീഡ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുടെ ബീക്ക് മാറിയപ്പം അവർ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി, അവർ വേറെ സാധനങ്ങൾ, കള്ളിമുൾച്ചെടികൾ കഴിക്കാൻ തുടങ്ങി, കാക്ടസ് കഴിക്കാൻ തുടങ്ങി, പുഴുക്കളെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ബീക്കിലെ വേരിയേഷൻസ് വന്നപ്പം അവരെന്ത് ചെയ്തു, വേറെ ഫുഡ് കഴിച്ചു. അപ്പം നേച്ചർ അവരെ സെലക്ട് ചെയ്തു, ദാറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ. അവർ സർവൈവ് ചെയ്തു. അവരുടെ ആ നല്ല ജീൻസ്, ആ വേരിയേഷൻസ് വന്ന ജീൻസ് അവർ നെക്സ്റ്റ് തലമുറയിലേക്ക് കൈമാറ്റം നടത്തി. ഫേവറബിൾ വേരിയേഷൻസ് ആർ ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻ. അനുകൂല വ്യതിയാനങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്തു. അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ. അപ്പോൾ അടുത്ത തലമുറയിലേക്ക് ആ മാറ്റം കിട്ടി, കാരണം ഇത് ജനറ്റിക് മെറ്റീരിയലിലുള്ള മാറ്റമാണ്. അത് അടുത്ത തലമുറയ്ക്കും കിട്ടി. അങ്ങനെ പോയി പുതിയ ജീവി വർഗം അല്ലെങ്കിൽ ന്യൂ സ്പീഷീസ് ഒറിജിനേറ്റ് ചെയ്തു എന്നാണ് ഡാർവിൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി, ഓക്കെ ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് ചില ആൾക്കാരിൽ മാത്രം വേരിയേഷൻസ് വന്നത്, എന്താണ് ഈ വേരിയേഷൻസിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഡാർവിൻ പറഞ്ഞു സോറി എനിക്കറിയില്ല. അപ്പോഴാണ് ആര് വരുന്നത്, നമ്മുടെ ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡീവ്രസ് പറഞ്ഞു വേരിയേഷന് കാരണം മ്യൂട്ടേഷൻസ് ആണ്. അപ്പോൾ എന്താണ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, പെട്ടെന്ന് എന്തൊക്കെയോ കാരണം കൊണ്ട് പെട്ടെന്ന് ജനറ്റിക് മെറ്റീരിയൽ മാറ്റം വരികയാണ്. അതെന്ന് പറഞ്ഞാൽ കെമിക്കൽസ് കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ റേഡിയേഷൻസ് കാരണമാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എറർ വന്നതാവാം, അത് ചിലപ്പോൾ നല്ല എററാവാം. അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിൽ പഠിക്കുന്നുണ്ട്, മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൽപരിവർത്തനത്തിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നും ആകസ്മികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, ജനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വേരിയേഷൻ. ഇത് നല്ലതാണെങ്കിൽ അവരവിടെ പിടിച്ചു നിൽക്കും, അവർ സർവൈവ് ചെയ്യും. അപ്പോൾ ഉൽപരിവർത്തനം കൊണ്ടാണ് ഇങ്ങനെ വേരിയേഷൻസ് ഉണ്ടായതെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് വേണ്ടത് എവിഡൻസ് ആണ്, എവല്യൂഷന് വേണ്ടിയിട്ടുള്ള എവിഡൻസ്. ഒന്ന് ഫോസിലുകളാണ് നമുക്ക് എവിഡൻസ് തന്നത്. അതായത് നമ്മൾ പാറകളൊക്കെ നോക്കിയ സമയത്ത് ഏറ്റവും അടിഭാഗത്തുള്ള പാറകളിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്ട്രക്ചർ സിമ്പിൾ സ്ട്രക്ചറാണ്. ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കിട്ടിയത് വളരെ കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ സിമ്പിൾ ഓർഗാനിസത്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് എന്നുള്ളൊരു ക്ലൂ ആണ്. ആൻഡ് അതിൻ്റെ ഒരു ചില ക്ലൂ നമ്മൾ നോക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നുണ്ട്. സോ പുരാതന ഫോസിലുകൾക്ക് ലളിതഘടനയാണ്, അതിന് അടുത്ത കാലത്തുണ്ടായവർക്ക് കോംപ്ലക്സ് ആണ്. ചില ഫോസിലുകൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ നിന്നാണ്, ഇപ്പോൾ പ്രോക്യാരിയോട്ട് ബാക്ടീരിയയിൽ നിന്നാണ് നമ്മളുണ്ടായത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. പിന്നെ വരുന്നതാണ് കമ്പാരിറ്റീവ് മോർഫോളജി അല്ലെങ്കിൽ ആകാര താരതമ്യം. അതായത് നമ്മൾ ഈ ജീവികളെയൊക്കെ നോക്കിയാൽ, ഇപ്പോൾ നമ്മളുടെ ഓന്ത് അല്ലെങ്കിൽ അരണ, വവ്വാൽ, അതുപോലെ തന്നെ വെയിൽസിനൊക്കെ നോക്കിയാൽ ഇവരുടെ ഈ അസ്ഥികളുടെ പാറ്റേൺ ഒക്കെ സെയിം ആണ് അല്ലേ, ബോൺസിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം ആണ്. നമ്മളുടെയും അവരുടെയൊക്കെ മസിൽസ് ഉണ്ട്, നമ്മൾക്കും എന്താണ് ബ്ലഡ് വെസൽസ് ഉണ്ട്, അവർക്കും രക്തക്കുഴലുകളും ബ്ലഡ് വെസൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവരുടെ ഷേപ്പിലുള്ള വ്യത്യാസത്തിന് കാരണം? ഇവരുടെ ഷേപ്പിലുള്ള വ്യത്യാസത്തിന് കാരണം ഇവർ ഓരോരുത്തരും അവർ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് എന്താണ് മാറ്റം വന്നതാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ബേസിക് സ്ട്രക്ചർ, എല്ലാവർക്കും ബ്ലഡ് വെസൽ ഉണ്ട്, എല്ലാവർക്കും മസിൽസ് ഉണ്ട്, എല്ലാവർക്കും ബോൺസ് ഉണ്ട്. അപ്പോൾ ഈ വ്യത്യാസത്തിന് കാരണം അവരവരുടെ ഭക്ഷണ രീതിക്ക് വേണ്ടിയിട്ടോ അവരവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടോ മാറിയതാകാം. ബാക്കിയെല്ലാം സെയിം അല്ലേ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു കോമൺ ആൻസിസ്റ്റർ, ഒരു മുൻഗാമി ഉണ്ടായിരുന്നു എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത്. പിന്നെ വരുന്നതാണ് ബയോ കെമിസ്ട്രി ആൻഡ് ഫിസിയോളജി, അല്ലെ ജൈവരസതന്ത്രവും ശരീരധർമ്മശാസ്ത്രവും. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതായത് നമ്മളെയും ബാക്ടീരിയ, നമ്മൾ പറഞ്ഞു പ്രോക്യാരിയോട്ട് ബാക്ടീരിയ, അതിൽ നിന്നാണ് നമ്മളുണ്ടായത് എന്ന് പറഞ്ഞു. അപ്പം അതിന് എന്ത് തെളിവാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ബാക്ടീരിയ ആയാലും നമ്മളായാലും ജനറ്റിക് മെറ്റീരിയലാണ് നമ്മളുടെ എല്ലാ സ്വഭാവങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ ആയാലും ബാക്ടീരിയയുടെ ആയാലും കെമിക്കൽ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നത് എൻസൈംസ് ആണ്. നമ്മളുടെ ആയാലും ബാക്ടീരിയയുടെ ആയാലും ബേസിക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ് അല്ലേ. നമ്മളുടെ ആയാലും ബാക്ടീരിയയുടെ ആയാലും എനർജി സ്റ്റോർ ചെയ്യുന്നത് ATP. ഈ 4 പോയിന്റ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾക്കും ബാക്ടീരിയയ്ക്കും എന്തൊക്കെയോ കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ബാക്ടീരിയയിൽ നിന്നാണ് എവല്യൂഷൻ സംഭവിച്ച് നമ്മളുണ്ടായത് എന്നർത്ഥം. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് എന്താണ് തന്മാത്രാ ജീവശാസ്ത്രം അല്ലെ മോളിക്കുലർ ബയോളജി തരുന്ന തെളിവ്? മോളിക്കുലർ ബയോളജി തരുന്ന തെളിവിൽ നമ്മൾ ഇത്രയും നോക്കിയിട്ടുള്ളൂ. നമ്മളുടെ ഹീമോഗ്ലോബിൻ, നിങ്ങൾക്കറിയാം RBC അരുണ രക്താണുക്കളിലുള്ള ഒരു പ്രോട്ടീനാണ്. ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ, അതായത് ഹീമോഗ്ലോബിൻ്റെ 4 ചെയിനാണ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2 ബീറ്റ ചെയിനും 2 ആൽഫ ചെയിനും ആണുള്ളത്. അപ്പോൾ ഈ ബീറ്റ ചെയിനുകളുടെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം നോക്കിയപ്പം, അല്ലെങ്കിൽ ബീറ്റ ചെയിനുകളുടെ അമിനോ ആസിഡുകളെ നോക്കിയ സമയത്ത് നമ്മളുടെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡും ചിമ്പാൻസീൻ്റെ ബീറ്റ ചെയിനിലുള്ള അമിനോ ആസിഡും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതായത് നമ്മളുടെ ക്ലോസ് റിലേറ്റീവ് ആണ് ചിമ്പാൻസി എന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഗൊറില്ലനെ നോക്കിയപ്പോൾ 1 അമിനോ ആസിഡിൽ വ്യത്യാസമുണ്ട്, എലീനെ നോക്കിയപ്പോൾ 31 അമിനോ ആസിഡിൽ വ്യത്യാസമുണ്ട്. അതായത് നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാണ്? ചിമ്പാൻസി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഹ്യൂമൻ ബീങ്സിലേക്ക് വരുമ്പം ഒരു ജനറൽ ഗ്രൂപ്പ് ആന്ത്രോപോയിഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തല്ല, എവല്യൂഷണറിലി സെർക്കോപിത്തിക്കോയിഡേ ആൻഡ് ഹൊമിനോയിഡേ. സെർക്കോപിത്തിക്കോയിഡേ ലോങ് ടെയിലും സ്മോൾ ബ്രെയിനും. ഇത് എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവരിലുള്ള ഒരേ ഒരു ഗ്രൂപ്പാണ് മങ്കി. ഓക്കെ, പിന്നെ വരുന്ന ഹൊമിനോയിഡ് ഡെവലപ്ഡ് ബ്രെയിൻ, വികസിച്ച മസ്തിഷ്കവും അതുപോലെ തന്നെ ഫ്രീലി മൂവബിൾ ഹാൻഡ്സ്. കുരങ്ങന്മാരല്ല, ഈ ഗൊറില്ലാസും ഒറാങ്കുട്ടാനൊക്കെ നോക്കിയാൽ ഫ്രീലി മൂവബിൾ ഹാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി, ഗിബ്ബൺ, ഓക്കെ, ഗിബ്ബൺ, ഒറാങ്കുട്ടാൻ, ദെൻ ഗൊറില്ല, ചിമ്പാൻസി, മാൻ. അപ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആരാണ്? ചിമ്പാൻസിയാണ്. അപ്പോൾ നമ്മളുടെ ഗിബ്ബൺ, നിങ്ങൾ ഈ ഒരു ഓർഡർ ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കാം. മങ്കി, കീ, ഗിബ്ബൺ. ഉറങ്ങാൻ പോയി, അപ്പോൾ ഒറാങ്ങുട്ടൻ. ഉറങ്ങാൻ പോയി എന്നല്ലേ, ഉറങ്ങാൻ പോയി, ഗോ. ഓക്കെ, ഗൊറില്ല. പിന്നെ നമ്മളുടെ ചിമ്പാൻസി, മാനും ആണ് അടുത്തടുത്തുള്ള ആൾക്കാർ. ഓക്കെ, ഇത് ആലോചിക്കുക. അപ്പോൾ സെർക്കോപിത്തിക്കോയിഡിൽ മങ്കി മാത്രം, ഹൊമിനോയിഡിയിലാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നത്. ഇനി നമ്മളുടെ ലാസ്റ്റ് നമ്മുടെ മനുഷ്യന്മാരുടെ ആ ഒരു എവല്യൂഷൻ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആരെ ആലോചിച്ചാൽ മതി? ആദ്യം നമ്മളുടെ രാമൻ എവിടെ പോയി? ഓസ്ട്രേലിയയിൽ പോയി. എന്തിനാണ് ഓസ്ട്രേലിയയിൽ പോയത്? ഹോമോനെ കാണാനാണ്. ഹോമോൻ്റെ ഹാബിറ്റാറ്റാണ് ഓസ്ട്രേലിയ. അപ്പോൾ ഹോമോ ഹാബിലിസ്. ഓക്കെ, അപ്പോൾ അവിടെ ആരുണ്ട്? ഹോമോയ്ക്ക് ദേഷ്യം പിടിച്ചിങ്ങനെ ഇറക്റ്റായിട്ട് നിൽക്കുമായിരുന്നു. ഓക്കെ, ഹോമോ ഇറക്ടസ്. അപ്പോൾ ഒരു പറഞ്ഞു, നീ കൂളാവും, നമുക്ക് നിയാണ്ടർത്താൽ കുളത്തിൽ പോകാം. അങ്ങനെ നിയാണ്ടർത്താൽ കുളത്തിൽ പോയി കുളിക്കാൻ പോയപ്പോൾ അവിടെ ആരിയ്ക്കുന്നു? നമ്മുടെ ഹോമോ സാപ്പിയൻസ് ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഓർഡർ ആലോചിച്ച് കഴിഞ്ഞാൽ ആർഡിപിത്തേക്കസ് റാമിഡസ് എവിടെയാണ് പോയത്? ഓസ്ട്രേലിയ. ഓസ്ട്രേലോപിത്തേക്കസ് എഫറൻസിസ്. ദെൻ ആരെ കാണാനാണ് പോയത്? ഹോമോ. എന്തിനാണ് ഓസ്ട്രേലിയയിൽ പോയത്? ഹോമോൻ്റെ ഹാബിറ്റാറ്റ്. അപ്പോൾ ഹോമോ ഹാബിലിസ്. അപ്പോൾ ഹോമോയ്ക്ക് ദേഷ്യം പിടിച്ചു. നീ എന്താ എത്ര ലേറ്റ് ആയിട്ട് വന്നത്? ഹോമോ ഇങ്ങനെ ഇറക്റ്റായിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ നീ കുളത്തിൽ പോകാം. ഹോമോ നിയാണ്ടർതാലൻസസ്. അവിടെ ആരിയ്ക്കുന്നു? ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇത് പഠിക്കാൻ ഏറ്റവും ഈസി എന്ന് പറഞ്ഞാൽ ആദ്യം ഇവരുടെ ഫോസിലുകൾ. ഫസ്റ്റത്തെ 3 ആൾക്കാരുടെ ഫോസിലും നമുക്ക് കിട്ടിയത് ആഫ്രിക്കയിൽ നിന്നാണ്. പിന്നത്തെ ആളുടെ ഫോസിൽ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ്. നമ്മൾ എന്ത് ചെയ്തു? ആഫ്രിക്കേൻ്റെ കൂടെ ഏഷ്യയും കൂടി, ഇവർ ഏഷ്യയിലേക്ക് മൂവ് ചെയ്തു. അതാണ്.
പിന്നെ നമ്മളുടെ ആഫ്രിക്ക പോയി ഏഷ്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് മൂവ് ചെയ്തു. അതാണ് ഏഷ്യയും യൂറോപ്പും. പിന്നെ ലാസ്റ്റത്തെ ആൾ നമുക്ക് ഫ്രാൻസ്. ഇനി ഇവരുടെ പ്രത്യേകത പഠിക്കാനാണെങ്കിൽ ഏറ്റവും പ്രിമിറ്റീവ് മെമ്പറാണ് നമ്മളുടെ ആർഡിപിത്തേക്കസ് റാമിഡസ്. ദെൻ നമ്മുടെ ഓസ്ട്രലോപിത്തേക്കസ് എഫറൻസസിന് സ്ലെൻഡർ ബോഡി, മെലിഞ്ഞ ശരീരമാണ്. ആൻഡ് ഹാബിലസ് ആണ് ആദ്യമായിട്ട് വെപ്പൺസ് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആൻഡ് ഇറക്ടസിനാണ് ആദ്യമായിട്ട് നിവർന്ന് നിൽക്കാനുള്ള കഴിവ് കിട്ടിയത്. ഭയങ്കര കട്ടിയുള്ള താടിയും കട്ടിയുള്ള പിരികങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. ആൻഡ് നിയാൻഡർതാലൻസസ് നമ്മുടെ മോഡേൺ മാന് കണ്ടംപററി ആയിട്ടുള്ള ആളാണ്, അതായത് ആധുനിക മനുഷ്യന് സമകാലീനരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മോഡേൺ മാൻ ഹോമോസാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്റർ എൻ്റെ മക്കൾക്ക് ഒരു ക്വിക്ക് റിവിഷനായി എങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.